മൈദാൻ ഡയറക്റ്റഡ് ബൈ അമിത്. ഈ സിനിമ ശരിക്ക് ഒന്നോ രണ്ടോ മാസം മുന്നേറ്റ തിയേറ്ററിൽ റിലീസ് ചെയ്തൊരു സിനിമയാണ്. പക്ഷേ അത് വലിയ ഒരു ഹൈപ്പൊന്നും ഇല്ലാതെ ഇറങ്ങി അങ്ങനെ പോയൊരു സിനിമ അങ്ങനെ എൻ്റെ ശ്രദ്ധയിലൊക്കെ ഇല്ലാതെ അത് പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒറ്റ കാര്യമാണ് എനിക്ക് ഒരു ഓർമ്മ മനസ്സിൽ വന്നത്. അതായത് ഇത് തിയേറ്ററിൽ കാണേണ്ട സിനിമയായിരുന്നു. അതായത് ഈ സിനിമ എന്ന് പറഞ്ഞാൽ അതിഗംഭീര ഒരു സിനിമ തന്നെയാണ് മൈദാൻ എന്ന് പറയുന്നത്. ഒരു ബയോഗ്രഫിയാണ്. അത് 1952 വന്നിട്ടുള്ള സെയ്ദ് റഹീം എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ ഫുട്ബോൾ ടീം കോച്ചിൻ്റെ ഒരു ബയോഗ്രഫിയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. പക്ഷേ ആ ബയോഗ്രഫി എന്ന് പറഞ്ഞ സമയത്ത് ഒരു പ്യൂർലി ഒരു ഡ്രാമ രീതിയിലല്ല അത് പോകുന്നത്. അതായത് ഇതിൻ്റെ മുന്നേ ചില ഡോക്യുമെൻ്ററി പോലെ അല്ല അത് പോകുന്നത്. അങ്ങനെ എന്താ വെച്ചാൽ ഡോക്യുമെൻ്ററി ഇങ്ങനെ വന്നിങ്ങനെ ഒരാളിങ്ങനെ ഇങ്ങനെ കുറേ സംസാരിക്കും. അതിൻ്റെ ഇടയിൽ അപ്പോൾ ഈ ശരിക്കും നടന്ന ഫുട്ബോളിൻ്റെ ആ ക്ലിപ്പുകൾ ഇങ്ങനെ കുറഞ്ഞ് പേസ്റ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ അതൊരു സംഭവമില്ല. ശരിക്കൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസോട് കൂടിയിട്ട് ഈ ഒരു പടം ഇന്ന് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ തിയേറ്ററിൽ മിസ്സായി പോയി. ബട്ട് അത് OTT-യിൽ യാതൊരു കുറവില്ലാത്ത നമുക്ക് കാണാൻ പറ്റും. നല്ല അതേ വീഡിയോ നമുക്ക് OTT-യിൽ തരാൻ പറ്റുന്ന അപൂർവം സിനിമകളിൽ ഒന്നാണ് മൈദാൻ എന്ന് പറഞ്ഞാൽ. തിയേറ്ററിൽ പോയിരുന്ന് കാണാം, അതുപോലെ എക്സ്പീരിയൻസ് ഇവിടെ കിട്ടില്ല. പക്ഷെ എന്തായാലും അതേ ഒരു ഫീല് എന്താ പറയുക കുറേ ഇതിൽ കിട്ടും. ഈ ഒരു OTT-യിലാകും ഫോണിലാകാം വീട്ടിലായിരിക്കും. ഇല്ലാന്ന് വെച്ചാൽ ഇന്ന് കാണണമെന്നുണ്ടെങ്കിലും ആ ഒരു ഫീല് കൂടിയും തരാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അതുപോലെ തന്നെ ഈ ഫിലിം ഡയറക്ടർ അമിത് എന്ന് പറയുന്നത് ഇതിന് മുന്നേ ഏതെങ്കിലും മൂവീസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ നോക്കിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഒരു ഡയറക്ഷൻ സ്കില്ലുണ്ട്, മനസ്സിലായില്ല. അത് ചില സമയത്ത് വരുന്ന ചില ഷോട്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഇതിന് ഞാനൊരു സീന് പറയാം, അത് സ്പോയിലർ ഒന്നല്ല. ഒരു സംഭവം ഇതിൽ ഇന്ത്യ ആരായിട്ടാണ് കളിച്ചിരുന്നത് എനിക്ക് കറക്റ്റായിട്ട് ഒരു തായ്ലാൻഡിനായിട്ടോ സൗത്ത് കൊറിയനായിട്ടോ ആണ് കളിച്ചിരുന്നത്. ഇന്ത്യ ഓർമ്മ ശരിയാണെങ്കിൽ തായ്ലാൻഡിനായിട്ടാണോ കളിച്ചിരുന്നത്. അപ്പോൾ ഇത് ഇന്ത്യയിൽ ഒരു വലിയൊരു ഡിഫൻഡർ ഉണ്ട്. അപ്പോൾ ആ ഡിഫൻഡറിനെ മനഃപൂർവ്വം ഒരു ഇഞ്ചറി വെച്ചു. അന്ന് VAR എന്താ സംഭവം റീപ്ലേ നോക്കണമെന്നില്ലല്ലോ. റെഫറി പറഞ്ഞാൽ കഴിഞ്ഞ്, മനസ്സിലായില്ലേ. റെഫറി ഫൗളെന്ന് പറഞ്ഞാൽ ഫൗളില്ലാന്ന് പറഞ്ഞാൽ ഫൗളില്ല. അതിന് VAR കാര്യങ്ങളോ ഗോൾ ചെക്കിങ്ങോ ഒന്നുമില്ല, ഗോൾ ലൈൻ ടെക്നോളജി ഒന്നുമില്ല. അപ്പോൾ ഏഷ്യൻ ഗെയിംസിലത്തെ കളിയാണ്, മാച്ചാണ് നടന്നിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ തായ്ലാൻഡിനായിട്ടുള്ള ഈ ഒരു മാച്ചിൽ ഒരു ഡിഫൻഡറിനെ മനഃപൂർവ്വം ഒരു ഇന്ത്യൻ ഡിഫൻഡറിനെ മനഃപൂർവ്വം ചവിട്ടിയിടും. നമ്മൾ ചോരൊക്കെ വലിച്ച് അങ്ങനെ ഇഞ്ചറി കാരണം പോകും. അവിടെ നിന്ന് ഇന്ത്യയുടെ ഇന്ത്യ ട്രെയിനിങ് തന്നെയാണ്. അതായത് ഒന്നേ പൊസിഷനെ തോറ്റെടുക്കുക. അപ്പോൾ അവിടെ നിന്ന് ഇന്ത്യ ഒരു ഗോൾ അടിക്കും. അത് പെട്ടെന്ന് ഗോൾ അടിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ചെയ്തൊക്കെ ഡയലോഗ് ഉണ്ട്. അത് വേറെ അധികമൊക്കെ ഞാൻ വരാം. അങ്ങനെ ഇന്ത്യ ഒരു ഗോൾ അടിച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഓടുന്നു. ഞാൻ ഇപ്പോഴും പറയാം തായ്ലാൻഡാണോ സൗത്ത് കൊറിയ ഓടുമെന്ന് ആരായിട്ട് കളിച്ചത് കറക്റ്റായിട്ട് ഓർമ്മ ശരിയാണെങ്കിൽ തായ്ലാൻഡിനായിട്ടാണ് അവർ കളിച്ചത്. അപ്പോൾ അത് ആ ഗോൾ അടിച്ചിട്ട് അവർ തിരിഞ്ഞിട്ട് ഈ ഇന്ത്യൻ്റെ ഫുട്ബോൾ ടീമിൽ നിന്നും തിരിഞ്ഞ് ഓടിയിട്ട് പിന്നെയും ആ കിക്ക് ഓഫിന് തയ്യാറായിട്ട് എന്നിട്ട് തിരിച്ച് ഓടുന്ന ഒരു സീനുണ്ട്. ആ സമയത്തുള്ളൊരു ഷോട്ടും ഉണ്ട്. ഗൂസ് ബംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്യുവർ ഗൂസ് ബംസ്. അത് മാത്രമല്ല ഇതിലുള്ള അങ്ങനത്തെ പല സംഭവങ്ങളും ഈ സിനിമയിലുണ്ട്. അതേപോലെ തന്നെ ഒരു പ്രസ് കോൺഫറൻസിൽ ആദ്യം ഇങ്ങനെ പറഞ്ഞ ചില ഒരു ഓസ്ട്രേലിയൻ ഫുട്ബോൾ ടീം കോച്ചിനോട് പറഞ്ഞ ഒരു സംഭവമൊക്കെ ഉണ്ട്. അങ്ങനെ പല സംഭവങ്ങളുണ്ട്. കൈയടിക്കാനും തിയേറ്ററിലായിരുന്നെങ്കിൽ കൈയടിക്കേണ്ടിയിരുന്ന പല സാധനങ്ങളും ഈ സിനിമയിലുണ്ട്. പക്ഷേ അതേ ഫീൽ ഇവിടെ കിട്ടും. OTT എനിക്ക് കിട്ടി. ഞാൻ പറഞ്ഞാൽ അതേ എക്സ്പീരിയൻസ് കിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മൾ തിയേറ്റർ എക്സ്പീരിയൻസ് എന്തായാലും OTT കിട്ടില്ല. പക്ഷേ ആ ഒരു ഫീലിംഗ് അത് തന്നെ അപൂർവം സിനിമകൾക്ക് ഈ തിയേറ്ററിൽ നമ്മൾ കാണുമ്പോൾ കിട്ടിയ അതേ സെയിം ഫീലിംഗ് നമുക്ക് OTT-യിലും കിട്ടുള്ളൂ. അപൂർവം സിനിമകൾക്ക് പറ്റുള്ളൂ. പക്ഷേ അതിലൊന്ന് ഡെഫിനറ്റ്ലി മൈദാൻ എന്ന് പറഞ്ഞ ഈ ഒരു പടത്തിൽ തന്നെയാണ്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമെന്നുണ്ടെങ്കിൽ ഒന്ന് ഒത്ത് പറയുന്നത് അജയ് ദേവ്ഗൺ തന്നെയാണ്. ഒന്നാമത് അജയ് ദേവ്ഗൺ എന്ന് പറയുമ്പോൾ ഈ റോട്ടുമ്പോൾ കൂടെ പോകണ മറ്റേ എന്താ പറയുക കുറേ പായ്ക്കുപ്പികൾ ചപ്പരി എന്നൊക്കെ പറയുന്നത് ഇവർക്കൊന്നും അജയ് ദേവ്ഗണിൻ്റെ റേഞ്ച് അറിയില്ല. കാരണം അജയ് ദേവ്ഗൺ എന്ന് പറയുന്നത് പെർഫോമൻസ് വൈസ് നോക്കുന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദി ഫൈനസ്റ്റ് ആക്ടറാണ് അജയ് ദേവ്ഗൺ എന്നൊക്കെ പറയുന്നത്. അത് ഈ ഒരു സിനിമയിൽ എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റും. ഒരു ഭീകര പെർഫോമൻസ്. അത് അങ്ങനെ കാണുമ്പോൾ ഒരു ഫുട്ബോൾ ടീം കോച്ച് തന്നെ അതാണ് നടത്തുക. ചെറിയൊരു ബോഡി ലാംഗ്വേജിൽ വരുന്ന ചെറിയ മാറ്റങ്ങളോ ആ സ്ട്രിക്റ്റായിട്ട് പറയുമ്പോൾ ആ ഒരു ബോഡി ലാംഗ്വേജും അങ്ങനെ മൊത്തത്തിൽ ഒരു അജയ് ദേവ്ഗൺ ഈ ഒരു റഹീം എന്ന് പറഞ്ഞ ഒരു കോച്ചായിട്ട് ജീവിച്ച് എന്ന് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് പറയാം. പക്ഷേ കാണുമ്പോൾ എനിക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് തോന്നിയത്. എനിക്ക് എങ്ങനെ തോന്നുന്നില്ല എനിക്കറിയാം. എനിക്കങ്ങനെ ഒരു കുറ്റവും കുറവൊന്നും അജയ് ദേവ്ഗണിൻ്റെ പെർഫോമൻസിൽ എനിക്ക് പറയാനില്ല. പെർഫോമൻസിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അജയ് ദേവ്ഗണെ പറ്റി മാത്രം പറഞ്ഞാൽ പോരാ. അതിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ അതിൽ ആ ക്യാരക്ടേഴ്സായിട്ട് അഭിനയിച്ചിട്ടുള്ള എല്ലാവരും അതിഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളും അത് അവർ ഈ സൗത്ത് കൊറിയ ആയിട്ട് ഒരു ഫുട്ബോൾ കളിക്കാൻ വരുന്ന സമയത്ത് അവർ ജൂനിയർ ആർട്ടിസ്റ്റുകളാവുമല്ലോ. അപ്പോൾ സൗത്ത് കൊറിയയിൽ കളിക്കുമ്പോൾ തായ്ലാൻഡിൽ കളിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അപ്പോണൻസ് ആയിട്ട് വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും. കിടുന്നതായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അവർ ഇതിനൊപ്പം നിന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ക്രിഞ്ചായിട്ട് പോയിരുന്നു പടം. അതങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നല്ല കിടുന്നതായിട്ട് ഇത് ജൂനിയർ ആർട്ടിസ്റ്റുകളടക്കം പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രിയാമണി എന്ന് പറയുമ്പോൾ അജയ് ദേവ്ഗണിൻ്റെ ഭാര്യയായിട്ടാണ് ഇതിൽ അഭിനയിക്കുന്നത്. വലിയൊരു പെർഫോമൻസ് ചെയ്യാനായിട്ടൊന്നും പ്രിയാമണിക്ക് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിലും പക്ഷെ കിട്ടിയാണ്. അതായത് ആ ഒരു സീനിന് അതായത് കിട്ടിയിട്ടുള്ള സംഭവം പെർഫെക്റ്റ് ആയിട്ട് പ്രിയാമണി ചെയ്തിട്ടുണ്ട്. നല്ല പെർഫോമൻസ്. തീരെ അത് ഞാൻ പറഞ്ഞത് ചില പെർഫോമൻസ് കാണുമ്പോൾ അഭിനയം അറിയാത്തവർ അഭിനയിക്കുന്നുണ്ടെങ്കിൽ ക്രിഞ്ചായി പോയിരുന്നൊക്കെ ഞാൻ ചിലവർ ഇതേ സാധനം അഭിനയം അറിയാത്ത ഒരാൾക്ക് കൊടുത്തതിന് ക്യൂട്ട്നെസ് ആര് പതറും. മനസ്സിലായി. തങ്കമണിയിലൊക്കെ ദിലീപിൻ്റെ ഭാര്യയായിട്ട് അയ്യോ ക്യൂട്ട്നെസ് ഇങ്ങനെ വന്നില്ലേ. അപ്പോൾ അതാണ് അഭിനയം അറിയാത്തതും തമ്മിലുള്ളൊരു വ്യത്യാസമാണ് അത്. അപ്പോൾ പക്ഷേ പ്രിയമാണ് ഇതിൽ കിടുന്നതിനായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി പെർഫോമൻസ്. അത് കുറച്ചുള്ളൂ, മനസ്സിലായില്ല, കുറച്ചുള്ളൂ. അതായത് അജയ് ദേവ്ഗണോട് വന്ന് ഇരുന്നിട്ടുള്ള പറഞ്ഞിട്ടുണ്ടായ ഒരു ഇമോഷണൽ സീനിൽ വരുന്നൊക്കെ ഒരു പ്രിയാമണിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട്. അജയ് ദേവ്ഗണിൻ്റെ ഒപ്പത്തിനൊപ്പം
നമുക്ക് പറയാൻ പറ്റിയ അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു പ്രിയമണിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിനൊക്കെ ഈ നമുക്ക് ഇതേ ഫീലിംഗ് ഞാനിത് പറഞ്ഞല്ലോ തിയേറ്ററിൽ കിട്ടിയ അതേ ഒരു ഫീൽ ഒ ടി ടിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഒന്ന് ഡെഫിനറ്റ്ലി സിനിമേൻ്റെ ഓവറോൾ ക്വാളിറ്റി പെർഫോമൻസ് അതൊക്കെ ഓക്കെ. പക്ഷേ അതിൻ്റെ ഒക്കെ പുറമെ അതേ ഫീലിംഗ് ഒ ടി ടിയിൽ കാണുമ്പോൾ നമുക്ക് കിട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മ്യൂസിക്കാണ്. കാരണം മ്യൂസിക് ചെയ്തിട്ടുള്ള എ ആർ റഹ്മാൻ അറിയണം. ഞാൻ കൂടുതൽ പറഞ്ഞില്ല എ ആർ റഹ്മാൻ്റെ മ്യൂസിക് ചില സമയത്ത് എ ആർ റഹ്മാൻക്ക് ചെയ്യാൻ മാത്രം തോന്നുന്നുള്ളതൊക്കെ ചില സമയത്ത് തോന്നും. പക്ഷേ ഈ ഒരു ഫുട്ബോൾ നടക്കുന്ന സമയത്ത് അതേപോലെ തന്നെ ഇമോഷണൽ സീനുകളൊക്കെ വരുന്ന സമയത്തൊക്കെയാണ് എ ആർ റഹ്മാൻ്റെ അഴിഞ്ഞാട്ടം സിനിമയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞത് ഗൂസ് ബംസ് ഒക്കെ ഫീൽ ചെയ്യുന്നത് മ്യൂസിക് ഉള്ളതുകൊണ്ടാണ്. മ്യൂസിക്കില്ലാതെ ഞാൻ പറഞ്ഞ ഇന്ത്യൻ ടീം ഗോൾ അടിച്ചിട്ട് തിരിഞ്ഞോട്ടണേൽ മ്യൂസിക് ഇടണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പോയിരുന്നു. അപ്പോൾ അതാണ് പറഞ്ഞത് അങ്ങനത്തെ ചില ഭാഗങ്ങളിൽ എ ആർ റഹ്മാൻ്റെ ഒരു മ്യൂസിക്കിൻ്റെ പെർഫെക്ഷന് നമുക്ക് എവിഡൻ്റ് ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ മൊത്തത്തിൽ സിനിമ എന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവരും കണ്ടിരിക്കേണ്ട ആസ് എ ഇന്ത്യൻ സിറ്റിസൺ നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു ബയോഗ്രഫി മൂവിയാണ് ഇതാന്ന് പറയുന്നത്. ഇത് വേറൊരു സംഭവം ഉണ്ട് ഇതിന്. കാരണം ജനുവരി വേറെ സംഭവം ഉണ്ട്. അതിന് പ്രഡിക്റ്റബിൾ ആണ് പറഞ്ഞത് ചിലവരൊക്കെ പറയുന്നുണ്ട്. ശരിക്കും നടന്ന സംഭവം സിനിമയായിട്ട് വരുമ്പോൾ അതും പ്രഡിക്റ്റബിൾ ആണെന്ന് പറയും ചിലവർ. അപ്പോൾ അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ അത് ശരിക്കും നടന്നിട്ടുള്ള സംഭവം അത് അങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സിനിമേൻ്റെതായിട്ടുള്ള ടച്ചുള്ള ഓഫീസിൽ വരും. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ബോറടിക്കും. പിന്നെ 3 മണിക്കൂറാണ് സിനിമ ഡ്യൂറേഷന്. അത് എവിടെയും വലിച്ചു നിർത്തലും തോന്നിയിട്ടുണ്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടെങ്കില്ല. നല്ല ത്രില്ലിംഗ് ആണ് സിനിമ. അതേപോലെ തന്നെ പിന്നെ എനിക്കറിയാം ഇത് 1952 ഒരു കോച്ച് ഉണ്ടായിരുന്നു. 1962 ഒരു ഏഷ്യൻ ഗെയിംസ് ഇന്ത്യൻ ഫുട്ബോൾ ടീം വിന്ന് ചെയ്തിരുന്നു. എല്ലാവർക്കും അറിയാം. ബൂട്ടിടാതെ ഇന്ത്യൻ ഫുട്ബോൾ ടീം ബൂട്ടൊന്നുമില്ലാതെ ഇങ്ങനെ ഇറങ്ങി കളിച്ചിരുന്നൊക്കെ ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അത് നിങ്ങൾക്ക് അറിയില്ലേ? അത് ആ സമയത്ത് ഉണ്ടായിരുന്ന കോച്ചാണ് ഈ റഹീം എന്ന് പറയുന്നത്. മനസ്സിലായില്ല? അതാണ് പിന്നെ ആ ടീമിനെ വളർത്തിക്കൊണ്ടത്. ഞാൻ അതിൻ്റെ ഇടയിൽ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന പൊളിറ്റിക്സ് കാര്യങ്ങൾ, ഈഗോ, ശത്രുക്കൾ അങ്ങനെ വരുന്ന ഒരു അതൊക്കെ ഭയങ്കര കിടുന്നതായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കെന്നെ തോന്നുന്ന പിന്നെ ഈ ശത്രുയും അതായത് ഈ അജയലോകനെ ഒപ്പോസ് ചെയ്ത് നിൽക്കുന്ന ക്യാരക്ടേഴ്സിൻ്റെ ടച്ച് പോലെ തന്നെ നമുക്ക് തന്നെ തോന്നും. അങ്ങനത്തെ പെർഫോമൻസ് ഉണ്ട്, അങ്ങനത്തെ ഒരു ക്വാളിറ്റി ലെവൽ മേക്കിംഗ് ഉണ്ട്. അങ്ങനെ എൻ്റെ കൊണ്ടൊന്ന് ഇറങ്ങി ആടിയൊരു ഗംഭീര ഒരു സിനിമയാണ് ഇതാണെന്ന് പറയുന്നത്. എന്തായാലും അത് ആ സമയത്തുള്ള ഒരു കുറേ സംഭവങ്ങൾ ഭയങ്കര ഡീറ്റെയിൽഡായിട്ട് ഇവർ പറഞ്ഞത് നന്നായിട്ടുണ്ട്. ശരിക്കുള്ള ആൾക്കാരൊക്കെ അവസാനം കാണിക്കുന്നുണ്ട്. ഒട്ടുമിക്ക ആൾക്കാർ ജീവിച്ചിരിക്കില്ല. ബട്ട് സ്റ്റിൽ അവർ പഴയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒരു സിനിമേൻ്റെ അവസാനം ലാസ്റ്റൊക്കെ കാണിക്കണമൊക്കെ ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ ആ ഒരു സിനിമ അതേപോലെ തന്നെ വിൻറ്റേജ് മേക്കിംഗ് ആവണമല്ലോ. കാരണം 1950s 60s നടക്കുന്ന സമയത്തുള്ള ആ ഒരു കോസ്റ്റ്യൂംസ് കാര്യങ്ങൾ അതൊക്കെ ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് വരെ ഒരു ശ്രദ്ധിച്ചിട്ടാണ് ഈ മൂവി എടുത്തിട്ടുള്ളത്. അല്ല വെറുതെ തട്ടിക്കൂട്ടാതെ ഡോക്യുമെൻ്ററി എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ബയോഗ്രഫി എന്ന് പറഞ്ഞിട്ട് വെറുതെ തട്ടിക്കൂട്ടാതെ ഒരു മാക്സിമം നന്നായിട്ട് ആ ഒരു പടം എടുത്തിട്ടുണ്ട്. എനിക്കെന്തായാലും പേഴ്സണലി 100% സാറ്റിസ്ഫിക്കേഷൻ നൽകിയ ഒരു അതിഗംഭീര ഒരു മൂവി തന്നെയാണ് നൈറ്റ് ഓൾ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതല്ല 1962 ഇതിന് ഏഷ്യൻ ഗെയിംസിൽ ക്വാളിഫൈ ആകാൻ മാത്രമല്ല ഇന്ത്യ കപ്പ് കൊണ്ടുപോയി. കപ്പല്ല ഗോൾഡ് മെഡൽ നേടിയതോ. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഏകദേശം 12 കൊല്ലമായി ഇന്ത്യ ഏഷ്യൻ ഗെയിംസിന് ക്വാളിഫൈ പോലും ആയിട്ടില്ല. ആവുകയാണെങ്കിൽ തന്നെ പണ്ടൊരാൾ വരുന്ന പോലെയാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം ഇത് ആ സമയത്ത് ഒരു സംഭവം നടന്നത്. പിന്നെ ഒരു ടീമിന് ആവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലാന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും അത് ആ കോച്ചിൻ്റെ ടീമിൻ്റെ അച്ചീവ്മെൻറ്റ് എന്താണെന്നുള്ളത്. അത് ഇതിനേക്കാൾ ഡേർട്ടി പൊളിറ്റിക്സ് ആണെന്നുള്ളത് മനസ്സിലായില്ല. എന്ത് കാണുന്നത് ഇന്ന് പറയുമ്പോൾ ഡേർട്ടി പൊളിറ്റിക്സ് ആണെന്നുണ്ടെങ്കിലും അന്നത്തെ അത്ര ഇന്ത്യ ഓരോ റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ നമുക്ക് മനസ്സിലായില്ലേ? അത് ബൂട്ടിടാതെ അവർ കളിക്കേണ്ട ഗതികത വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്നത്തെ പൊളിറ്റിക്സ് എന്താവും? നമുക്ക് ഡേർട്ടി പൊളിറ്റിക്സ് ഒന്നും ഇല്ല. എന്തായാലും ബൂട്ടിടാതെ എന്തായാലും ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ ഇറങ്ങേണ്ടി വന്നിട്ടില്ല ഇന്നത്തെ കാലത്ത്. അതെന്തായാലും അപ്പോൾ അതിനേക്കാളും ഇന്ന് ഡേർട്ടി അല്ല എന്നല്ല പറഞ്ഞത്, ഇതിനേക്കാളും വൃത്തികെട്ട പൊളിറ്റിക്സ് ചെയ്താണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് എങ്ങനെ എന്തൊക്കെ സംഭവിച്ചത്, എങ്ങനെ ഇത് നേടിയെടുത്ത്, അതാണ് സിനിമ. നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. സൈനിങ് ഓഫ്.